ഓം നമഃശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 29-ാം തീയതി ഞായറാഴ്ച ദിവസം 1200-ാം ആണ്ട് കന്നിമാസം 13-ാം തീയതി, ഇന്ത്യൻ തീയതി അശ്വിന മാസം 7-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:14 അസ്തമയം വൈകുന്നേരം 6:11 നാളത്തെ തിഥി ദ്വാദശി തിഥിയാണ്. നാളത്തെ ഉദയാൽപരം നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ശനിയാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് അഥവാ ഞായറാഴ്ച പുലർച്ചെ 3:40 ഈ മകം നക്ഷത്രം അവസാനിക്കുന്ന സമയം തിങ്കളാഴ്ച സൂര്യോദയം കഴിഞ്ഞുള്ള 6:30 അതായത് ഞായറാഴ്ച പുലർച്ചെ 3:40 മകം നക്ഷത്രം ആരംഭിക്കുന്നത്. മകം നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച സൂര്യോദയം രാവിലെ 6:14 അപ്പോൾ 6:30 വരെ മകം നക്ഷത്രം ഉണ്ടായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും മകം നക്ഷത്രപ്രകാരം നാളെ ഞായറാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയുന്നത്. നാളെ തൃക്കേട്ട, മൂലം, മകയിരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ മകനക്ഷത്രപ്രകാരം വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. നാളത്തെ ദിവസം ഞായറാഴ്ച ദിവസം പുലർച്ചെ 3:40 മുതൽ തിങ്കളാഴ്ച സൂര്യോദയം കഴിഞ്ഞുള്ള 6:30 വരെയുള്ള രാവിലെ 6:30 വരെയുള്ള സമയം മകം നക്ഷത്രപ്രകാരം 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു. തൃക്കേട്ട, മൂലം, മകയിരം, പുണർദം, അശ്വതി, ഭരണി, ആയില്യം എന്നീ 7 നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവരുടെ ജീവിതാനുഭവം പ്രതികൂലമായ അനുഭവമായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ നാളുകാർ സൂക്ഷിക്കണം. ഉത്രാടം, പൂയം, തിരുവാതിര, രോഹിണി എന്നീ നാളുകാർ നാളെ ഞായറാഴ്ച ദിവസം മക നക്ഷത്രപ്രകാരം അവരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ ഇടയുള്ളതുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും ഏർപ്പെടുമ്പോഴും ശ്രദ്ധ വേണം. ഇന്നത്തെ ദിവസം എനിക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ചിന്ത കൊണ്ട് വേണം ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുവാൻ. അപ്പോൾ പ്രതികൂലങ്ങളിലൊക്കെ ആക്കപ്പെടാതെ രക്ഷപ്പെടുവാൻ കഴിയും. അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇനിയും നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാളെ ഞായറാഴ്ച ദിവസമാണ്. പകൽ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി ശുഭസമയം ജ്യോതിഷം പറഞ്ഞു തരുന്നു. രാവിലെ 6:14 മുതൽ 9:14 വരെ ശുഭസമയമാണ്. പിന്നീട് 10:44 മുതൽ ഉച്ചകഴിഞ്ഞ് 3:14 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയമൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്താൽ അതിന് നല്ല ഫലം കിട്ടും. അത് മുഖേന ജീവിതത്തിൽ അഭിവൃദ്ധി, ഉന്നമനം ഉണ്ടാകും. ജീവിതം നല്ല നിലയിൽ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് ജ്യോതിഷ അഭിപ്രായം. അതുകൊണ്ട് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതും ഞാനും പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു തരുന്നു. ഇനിയും നാളെ സംഖ്യാശാസ്ത്രം എങ്ങനെയുള്ള അനുഭവത്തെ കൊടുക്കുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സംഖ്യാശാസ്ത്രം ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. നാളത്തെ തീയതി 29 ഒറ്റ സംഖ്യ ആക്കുമ്പോൾ അത് 2 വരുന്നു. 2 + 9 = 11, 11 + 1 + 1 = 2. അങ്ങനെ 2 വരുമ്പോൾ ഏതൊരു മാസത്തെയും 2, 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആക്കുമ്പോൾ അത് 2 വരുന്നു. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷപ്രകാരം പറയുന്നു. അതുകൊണ്ട് ഈ തീയതികളിൽ ജനിച്ചവർക്ക് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ഈ തീയതികളിൽ ജനിച്ചവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ നാളത്തെ ദിവസം പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായ കാര്യങ്ങളാണ് നിത്യവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ദിവസവും ഈ വീഡിയോയിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അത് ഓരോ ദിവസത്തെ അനുഭവങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടുകൂടി മുഴുവൻ കേൾക്കുക. പ്രിയപ്പെട്ടവർ മുഴുവൻ കേട്ട് സഹകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഒരു വീട്ടിൽ ഈ ഒരു 4 നക്ഷത്ര ജാതകരെങ്കിലും കാണുമല്ലോ. അപ്പം 4 നക്ഷത്രത്തിൻ്റെയും അനുഭവങ്ങൾ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് കേൾക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തോടു കൂടി ഇനി നക്ഷത്രഫലമാണ് പറയാൻ പോകുന്നത്.
നക്ഷത്രഫലം നാളെക്കുറിച്ചുള്ള ഒരു അറിവാണ്. നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നാളെ ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപൻ സൂര്യനാണ്. സൂര്യൻ ഇപ്പോൾ കന്നി രാശിയിൽ നിൽക്കുന്നു. സാഹിത്യകാരന്മാർ, കലാകാരന്മാർക്കൊക്കെ അനുകൂലമായ ഒരു സാഹചര്യത്തെ കൊടുക്കുന്നു. അതുപോലെ തന്നെ ശത്രുതയുമൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു സമയമാണെന്നുള്ളതും പ്രത്യേകം അറിഞ്ഞുകൊള്ളുക. ഹോര നിയമപ്രകാരം കന്നിമാസത്തിൻ്റെ ആദ്യത്തെ 15 ദിവസം, അതായത് ഇനി 2 ദിവസം കൂടി സൂര്യന് ബലമുള്ള ദിവസമാണ്. ചന്ദ്രനാകട്ടെ ബലമില്ലാത്ത അമാവാസി തീയതിയോട് അടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ ചന്ദ്രന് ബലമില്ല, സൂര്യനാണ് ബലമുള്ളത്. അപ്പോൾ നാളത്തെ ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹവും അതിൻ്റെ കേന്ദ്രഭാവങ്ങളും ത്രികോണഭാവങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളും 27 നക്ഷത്ര ജാതകർക്കും ഏതൊക്കെ വിധത്തിലുള്ള അനുഭവങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നക്ഷത്രഫലമായി പറയാൻ പോകുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കാം. അതുകൊണ്ട് അതിനെ അനുസരിച്ച് നാളത്തെ ദിവസം ജീവിതത്തെ അഭിമുഖീകരിച്ചാൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളായിട്ട് നാളത്തെ ദിവസം വന്നു ചേരുമെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. അവർക്ക് 6ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ധനധാന്യ നേട്ടം അവർക്ക് കൊടുക്കുന്നൊരു ദിവസമാണ്. കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ദാമ്പത്യ ജീവിത വിജയവും നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു ദിവസമാക്കി മാറ്റുന്നൊരു ദിവസമാണ്. ബന്ധുക്കളുടെ സ്നേഹം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. നല്ല ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിച്ചതായിട്ടൊരു തോന്നലുണ്ടാകും. ശത്രുക്കളെ ജയിക്കുവാനും സൽപ്രവർത്തികൾ ചെയ്യുവാനും അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്തുകൊണ്ടും അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 5ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 5ൽ നിൽക്കുന്ന സൂര്യൻ ഈ ജാതകർക്ക് കൂടുതൽ ബുദ്ധിശക്തി കൊടുക്കുന്ന ദിവസമാണ്. അങ്ങനെ ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും ചെയ്ത് ജീവിത വിജയം നേടുവാൻ അനുകൂലമായൊരു ദിവസമാണ്. എന്നാൽ പ്രതികൂലവും കൂടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവർക്ക് നാളത്തെ ദിവസം പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ദാരിദ്ര്യം അനുഭവിക്കാൻ, അതായത് ധനം തികയാത്തൊരവസ്ഥ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലർ ക്രൂരകൃത്യങ്ങൾ ആവപ്പെടുവാനും ദേഷ്യ സ്വഭാവക്കാരായി മാറുവാൻ സാധ്യതയുണ്ട്. ധനസ്ഥിതി മോശമാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുടെ സഹകരണം കുറവാകാൻ സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം. അങ്ങനെ സമ്മിശ്രമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം ഇടവക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ കേന്ദ്രഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്ന. ഒരു പാപഗ്രഹം കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്രകാരം ചിന്തിക്കുമ്പോൾ നാളത്തെ ദിവസം ധനം, വാഹനം, സ്വത്തുക്കൾ എന്നിവ, വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള അനുഭവങ്ങളൊന്നും അത്ര നല്ല അനുഭവമായി വന്നു ചേരുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊക്കെ പ്രതികൂലമായി അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളെ. എന്നാൽ കലാകാരന്മാരൊക്കെ ശോഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കലഹത്തിലാവപ്പെടാൻ സാധ്യതയുണ്ട്. കേസുകളിലാവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലവും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ജീവിതാനുഭവമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് അവർക്ക് 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ദൈവാനുഗ്രഹം അവരെ തുണയ്ക്കുന്നൊരു ദിവസവുമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ബുദ്ധി കൊണ്ടും പ്രവർത്തനം കൊണ്ടും പല കാര്യങ്ങളും പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മാതൃദുഃഖാനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ ബന്ധുക്കളുമായി ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്. അങ്ങനെ പ്രതികൂലങ്ങളായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് നാളത്തെ ദിവസം. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് അവർക്ക് നല്ല അനുഭവം ഉണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമെന്ന് വിചാരിക്കുക. ഇനി കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് 3ാം ഭാവത്തിലാണ് പാപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എങ്കിലും മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ സംഭവിക്കാമെന്നും ജ്യോതിഷം പറയുന്നു. നാളത്തെ ദിവസം ഈ നാളുകാരെ സംബന്ധിച്ച് ഭക്ഷണത്തോട് കൂടുതൽ താല്പര്യം, ആസക്തി വന്നു ചേരുവാൻ ഇടയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. എങ്കിലും ശത്രുനാശം സംഭവിക്കുന്ന ഒരു ദിവസമാണ്. നല്ല സുഹൃത്തുക്കൾ, നല്ല ഭാര്യ, നല്ല കുട്ടികൾ, നല്ല ദാമ്പത്യ ജീവിത വിജയം എന്നിവയൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. പുണ്യ തീർത്ഥ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധ്യതയുണ്ട്. ആത്മീയമായുള്ള ഒരു പ്രചോദനം, ആത്മീയമായ ശക്തിയുടെ സ്വാധീനം ഉള്ളതുകൊണ്ട് പുണ്യ തീർത്ഥ സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസവുമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ നാളത്തെ ദിവസം മൂത്ത സഹോദരന് ദോഷം വരുന്ന ഒരു കാര്യം ഒഴിച്ചാൽ ബാക്കിയുള്ള പല കാര്യങ്ങളും അനുകൂലമാണ്. എങ്കിലും ദാമ്പത്യ പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് നാളത്തെ ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 2ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ കലഹത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പിതാവ് മുഖേന അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്ന് കിട്ടുന്ന ധനം അത് കുടുംബത്തിൽ വിനിയോഗിക്കുമ്പോൾ അവിടെ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ആശയക്കുഴപ്പമോ ഒക്കെ ഉണ്ടായി മാനസികവും ശാരീരികവുമായ സ്ഥിതി അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലാത്ത സുഖക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം കുടുംബത്തിലുണ്ടാകുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ മേലധികാരികൾ മുഖേന ധനം ലഭിക്കാം, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ ധനം ലഭിക്കാം. അങ്ങനെയുള്ള പിതാവ് മുഖേനയുള്ള ധനാഗമനം നടക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും, ധനം വന്നു ചേരാൻ സാധ്യത ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിൻ്റെ സ്ഥിതിയിൽ
അഭിപ്രായ വ്യത്യാസങ്ങളും ധനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ രോഗികളായി തീരുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ വ്യാപാരികളായിട്ടുള്ളവർക്ക് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് പറയുന്നു. അവർക്ക് പ്രതിസന്ധി വ്യാപാരത്തിൽ നാളെ ഞായറാഴ്ച ദിവസമാണെങ്കിൽ ഞായറാഴ്ച ദിവസം വ്യാപാരങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടും നല്ലതല്ല, രണ്ടിൽ നിൽക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലത്തെ കൊടുക്കുന്നില്ല. എന്നാൽ കലാകാരന്മാരായിട്ടുള്ളവർക്ക് നാളത്തെ ദിവസം അവർക്ക് അനുകൂലമായ നല്ല ഫലങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ഇപ്പോൾ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അത്ര അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാലത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. ദൈവാധീനമില്ലാത്തവരായി പോകും. നാളത്തെ ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്തരമുക്കാലത്തം ചിത്തിര 2 പാദം നാളുകാർ വളരെ നാളുകളായിട്ട് ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഈശ്വരനോട് കരഞ്ഞ് കാല് പിടിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടി അവർ പോകുന്നവരായിരിക്കാം. പക്ഷെങ്കിൽ ദൈവാധീനം അവരെ തുണയ്ക്കുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈശ്വരാധീനം അവർക്കുണ്ടാകുന്നൊരു ദിവസമല്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. നീചമായ കൂട്ടുകെട്ടിലകപ്പെടും, നീചമായ ഇടപാടുകളിലൊക്കെ ചെന്ന് ചേരും. അതുപോലെ തന്നെ ആപത്ത് അനർത്ഥങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ കലാകാരന്മാരായിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അത്ര ദോഷമൊന്നും സംഭവിക്കത്തില്ല. അല്ലാത്തവരാണെങ്കിൽ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കാരണം 12ാം ഭാവത്തിൻ്റെ അധിപനായ ഒരു ഗ്രഹമാണ് അവരുടെ ജന്മഭാവത്തിലേക്ക് വന്നു ചേരുന്നത്. സകലവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അനുഭവത്തിൽ കൂടി അവരെ കടത്തിവിടും. കുടുംബസുഖത്തിൽ കുറവരും, അങ്ങനെ ധനപരമായ വിഷയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ സാധിക്കുവാൻ വേണ്ടി നീചമായ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടും, നീചബന്ധത്തിലകപ്പെടും, ദൈവാധീനമില്ലാത്തൊരവസ്ഥയിൽ കൂടി പോകും. എന്നിങ്ങനെയൊക്കെയാണ് ഇവരുടെ അനുഭവം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് 12ാം ഭാവത്തിൽ നിൽക്കുന്നത് സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം 12ാം ഭാവത്തിൽ നിന്നാൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. ബുദ്ധിപരമായ പരാജയം സംഭവിക്കാം. സ്ത്രീകളിൽ അല്ലെങ്കിൽ പുരുഷന്മാരിൽ, അന്യ സ്ത്രീകളിൽ അല്ലെങ്കിൽ അന്യ പുരുഷന്മാരിൽ താല്പര്യം തോന്നുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രൂര സ്വഭാവം വന്നു ചേരാം, നേത്ര രോഗം വന്നു ചേരാം, ധനഹാനി ഉണ്ടാകാം, മാനഹാനി ഉണ്ടാകാം, പുത്രദുഃഖം ഉണ്ടാകാം, പിതാവുമായിട്ട് ശത്രുത ഉണ്ടാകാം. അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ബുദ്ധിക്ക് തോറ്റു കഴിഞ്ഞാൽ പിന്നെ ധനനഷ്ടം, മാനഹാനി എല്ലാം ഉണ്ടാകുമല്ലോ. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തേജസ്സാണ്, ബുദ്ധിയാണ്, ശിരസ്സാണ്, അല്ലേ? ആ സൂര്യൻ 12ാം ഭാവത്തിൽ നിന്നാൽ, നഷ്ടഭാവത്തിൽ നിന്നാൽ സകലവും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു, 12ൽ ഇപ്പോൾ ബുധൻ നിൽക്കുന്നു, 12ൽ അതുപോലെ തന്നെ സൂര്യൻ നിൽക്കുന്നു. ഇതൊക്കെ അവരെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നതല്ല. എങ്കിലും 12ലെ ബുധൻ ഇവർക്ക് ആശ്വാസത്തെ കൊടുക്കുന്നു. എങ്കിൽ പോലും മറ്റ് ഗ്രഹങ്ങൾ ഇവർക്ക് നല്ല അനുകൂലമായ അനുഭവത്തെ കൊടുക്കുന്നൊരു സമയമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളണം. അപ്പോൾ ഓരോ ഗ്രഹങ്ങൾ മാറി വരുന്നതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധി അവരുടെ ജീവിതത്തിലും എല്ലാ നക്ഷത്ര ജാതകരും അതൊക്കെ അനുഭവിക്കുന്നതാണ്. അപ്പോൾ നാളത്തെ ദിവസം തുലാക്കൂറുകാർക്കും അതിൻ്റേതായ അനുഭവദോഷം വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് 11ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. എന്തുകൊണ്ടും നല്ലതാണ്. ഒരു പാപഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന സ്ഥാനത്താണ് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ബുധൻ എന്ന് പറയുന്ന ശുഭഗ്രഹവും പാപഗ്രഹമായി മാറുകയാണ്. അപ്പോൾ 2 പാപഗ്രഹം 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നല്ലതാണ്. കച്ചവടക്കാർക്കൊക്കെ ആണെങ്കിൽ നാളത്തെ ദിവസം വളരെ വ്യാപാര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. അതുപോലെ തന്നെ കീർത്തിയും പ്രശസ്തിയും അംഗീകാരവും ധനനേട്ടവും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണെങ്കിലും പുത്രദുഃഖം ചിലരുണ്ടായേക്കാം എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദോഷം ഭവിക്കുന്നുണ്ട്. എങ്കിലും 11ാം ഭാവത്തിൽ പാപഗ്രഹം നിന്നാൽ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദ്യാഭ്യസിക്കാനുള്ള കഴിവുകളൊക്കെ വന്നു ചേരുമെന്നും ജ്യോതിഷം പറയുന്നു. അപ്പോൾ അത് ഉന്നത വിദ്യാഭ്യാസം നേടുവാനുള്ള ഒരു പ്രചോദനം ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നു, വിദ്യാർത്ഥികൾ കൊടുക്കുന്നു എന്നുള്ളതും ഈ 11ലെ സൂര്യൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും പുത്രദുഃഖം ചിലരുണ്ടായേക്കാം. അപ്പോൾ പുത്രദുഃഖം വഴിയുള്ള മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് 10ാം ഭാവത്തിലാണ് സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹം നിൽക്കുന്നത്. തൊഴിലിൻ്റെ കാരക ഗ്രഹമാണ് സൂര്യൻ. അത് 10ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ധനനേട്ടം, സൽപുത്ര യോഗം, ദാമ്പത്യ ജീവിത വിജയം, സൗഭാഗ്യം, ദാനശീല അഭിമാനം, അങ്ങനെ ഉന്നതരാൽ ബഹുമാനിക്കപ്പെടുക, അന്യരാൽ ബഹുമാനിക്കപ്പെടുക, അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് 10ാം ഭാവത്തിൽ ബുധനും കൂടെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ കേന്ദ്രഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുന്നത് നല്ലതല്ല. എങ്കിൽ പോലും ശുഭഗ്രഹം നൽകുന്നത് പോലെയുള്ള ഫലങ്ങൾ ഈ 2 ഗ്രഹങ്ങളും കൂടി ചേർന്ന് നൽകുമെന്നും ജ്യോതിഷം പറയുന്നു. പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കാം. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം.
ഭരണാധികാരികളിൽ നിന്നും നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സൽപുത്ര യോഗം, ഭാര്യാസുഖം, ദാമ്പത്യ ജീവിത വിജയം, സൗഭാഗ്യം, ദാനശീല, അഭിമാനിക്കാനുള്ള ഒട്ടേറെ വകകളൊക്കെ വന്നു ചേരുന്നൊരു ദിവസം. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും ധനുക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവരുടെ 9ാം ഭാവത്തിൽ ത്രികോണഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. പിതാവിൽ നിന്ന് ഗുണാനുഭവങ്ങൾ വന്നിരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സത്യസന്ധരായി ജീവിക്കുന്നൊരു ദിവസമാണ്. ദൈവവിശ്വാസം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ഭാഗ്യകരമായ അനുഭവങ്ങൾ അവർക്ക് വന്നിരുന്നൊരു ദിവസമാണ്. അറിവ് വർദ്ധിക്കുന്നൊരു ദിവസമാണ്. ശാരീരികമായുള്ള സ്ഥിതി മെച്ചപ്പെടുന്നൊരു ദിവസമാണ്. ബന്ധുജന ഭാഗ്യമുണ്ടാകുന്നൊരു ദിവസമാണ്. അങ്ങനെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അപ്പോൾ അവർ ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണുന്നൊരു ദിവസമാണ്. എന്നാൽ ചിലരൊക്കെ നാളത്തെ ദിവസം പിതാവുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചിലർക്ക് പിതാവുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ ശത്രുതയ്ക്കോ സാധ്യതയുണ്ട്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും പിതാവിൽ നിന്ന് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹം ബുധനുമായി ചേർന്നുകൊണ്ട് ബുധനെയും പാപഗ്രഹമാക്കിക്കൊണ്ട് അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ 2 ഗ്രഹങ്ങളാണ് ഇവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേരുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് അന്യ സ്ത്രീകളിൽ അമിതമായ താല്പര്യമുണ്ടാകുവാൻ, അത് മുഖേന ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അങ്ങനെ ഒരു ദോഷം ഇവരിൽ ഉണ്ടെങ്കിൽ പോലും മറ്റ് ചില പ്രത്യേകതകൾ ഈ നാളുകാരിൽ വന്നിരുന്ന ദിവസമാണ്. അറിവുള്ളവരെ ബഹുമാനിക്കുന്നൊരു ദിവസമാണ്. പലരും വിദേശത്ത് പോകാൻ വേണ്ടി അതിനുവേണ്ടി ശ്രമിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ, അതായത് അറിവുള്ളവരെ ബഹുമാനിക്കുകയും വിദേശത്ത് പോയി തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനുള്ള ഒരു ചിന്ത അവരിൽ വന്നു ചേരും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒഴിച്ചാൽ മറ്റു പല കാര്യങ്ങളിലും അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുന്നത്. കാരണം അഷ്ടമത്തിലാണ് ഈ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അതിയായി വിശ്വസിക്കുന്നവർക്ക് ചതിവ് പറ്റാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. എങ്കിലും ഇവരെ സംബന്ധിച്ച് 4ാം ഭാവത്തിൽ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹം നിൽക്കുന്നത് കൊണ്ട് ഇവരുടെ ജീവിതം ബാലൻസ് ചെയ്ത് പോകുവാൻ കഴിയും. പ്രതിസന്ധികളിൽ അകപ്പെടാതെ പോകുവാൻ കഴിയുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. അപ്പോൾ അത് ഇവർക്ക് സഹായകരമായി വന്നു ചേരാം. എന്നാൽ നാളത്തെ ദിവസം ദശാകാലത്തിൻ്റെ സമയദോഷമുള്ളവർക്കോ അല്ലെങ്കിൽ സൂര്യനാലുള്ള ദോഷമുള്ളവർക്കോ ഒക്കെ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെ വന്നു ചേരാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിലാണ് സൂര്യൻ നിൽക്കുന്നത്. 7 നിൽക്കുന്ന സൂര്യൻ ദാമ്പത്യ ജീവിതത്തെ സുഖകരമായ അനുഭവത്തിൽ കൂടി നടത്തുന്ന ഒരു ഗ്രഹമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഭാര്യാഭർത്തൃ സുഖഹാനി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് മുഖേന മനോദുഃഖം, മാനഹാനി എന്നിവ ഉണ്ടാകും. ദേഷ്യം വന്നു ചേരും, പാവപ്രവർത്തികൾ ചെയ്യും, ക്രൂര സ്വഭാവം കാണിക്കും, ക്രൂര പ്രവൃത്തികളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കോപം വർദ്ധിക്കും. ഉറപ്പില്ലാത്ത മനസ്സിന് ഉടമസ്ഥരാകും. പറയുന്നത് മാറ്റി മാറ്റി പറയും. അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടി നാളത്തെ ദിവസം മീനക്കൂറുകാർ കടന്നു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഇവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 6ാം ഭാവത്തിൽ ബലമില്ലാതെ നിൽക്കുന്ന രോഗദുഃഖ ദുരിത പ്രയാസങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇങ്ങനെയുള്ള പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് നാളത്തെ ദിവസം 27 നക്ഷത്ര ജാതകരും കടന്നു പോകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെയും നക്ഷത്രഫലം ഞാൻ പറഞ്ഞു തന്നു. ഇനി നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. കേരളത്തിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം സർക്കാരിനെ സംബന്ധിച്ച് അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കൊക്കെ അനുകൂലമായുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.